ഡൽഹിയിൽ ബി.ജെ.പി. അധികാരത്തിലേക്ക്. കാൽനൂറ്റാണ്ടിന് ശേഷമാണ് ഡൽഹിയിൽ ബി.ജെ.പി. അധികാരത്തിലെത്തുന്നത്. അടിപതറി ആം ആദ്മി പാർട്ടി. ചിത്രത്തിലില്ലാതെ കോൺഗ്രസ്. തൃശൂർ ഗുരുവായൂർ റെയിൽവേ പാതയിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. തെങ്ങ് വീണതിനെ തുടർന്ന് വൈദ്യുതി ലൈൻ പൊട്ടിയതിനാലാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. അറബിക്കടലിൽ ഭൂചലനമുണ്ടായതായ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ തീരദേശത്ത് ജാഗ്രതാ മുന്നറിയിപ്പ്. കാസർഗോഡിന് പടിഞ്ഞാറ് ഭാഗത്ത് കടലിൽ ഉണ്ടായ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 4.3 തീവ്രത രേഖപ്പെടുത്തി. സിപിഎം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് കുന്നംകുളത്ത് പതാക ഉയരും. പ്രതിനിധി സമ്മേളനം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ നാളെ ഉദ്ഘാടനം ചെയ്യും. ചാവക്കാട് കടപ്പുറം നോളി റോഡിൽ ബൈക്കും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഇരിഞ്ഞാലക്കുട വല്ലക്കുന്നിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഫ്രൂട്ട്സ് ഷോപ്പ് ഉടമ മരിച്ചു. തൃശൂർ പൂരം പ്രദർശന നഗരിയുടെ ഭൂമിപൂജയും കാൽനാട്ടു കർമ്മവും നടന്നു. മാർച്ച് അവസാനത്തോടെ പൂരം പ്രദർശനത്തിന് തുടക്കമാകും. മെയ് 6, 7 തീയതികളിലാണ് തൃശൂർ പൂരം. വെള്ളാനിക്കരയിൽ നടന്ന കേരള ശാസ്ത്ര കോൺഗ്രസ് കൺവെൻഷനിൽ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. ദേശീയ സയൻസ് കോൺഗ്രസിൽ അശാസ്ത്രീയത പ്രചരിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള ശാസ്ത്ര കോൺഗ്രസിൽ ശാസ്ത്രജ്ഞന്മാരാണോ അവരുടെ വേഷമിട്ട വർഗീയ പുനരുജ്ജീവനവാദക്കാരാണോ എത്തുന്നത് എന്ന് പരിശോധിക്കും. വാർത്തകൾ വിശദമായി. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 27 വർഷത്തിന് ശേഷം ഭരണം പിടിച്ച് ബി.ജെ.പി. വോട്ടെണ്ണൽ തുടങ്ങിയ ആദ്യഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിക്ക് നേരിയ മുൻതൂക്കം നേടാനായെങ്കിലും പിന്നീട് സ്ഥിതി മാറുകയായിരുന്നു. കേവല ഭൂരിപക്ഷം മറികടന്ന് 47 സീറ്റ് നേടിയാണ് ബി.ജെ.പി. ഭരണം പിടിച്ചത്. ആം ആദ്മി പാർട്ടിക്ക് 22 സീറ്റാണ് ലഭിച്ചത്. കോൺഗ്രസ് ചിത്രത്തിലില്ലാതായി. 3182 വോട്ടിന് അരവിന്ദ് കെജ്രിവാൾ തോറ്റു. ദില്ലി മുഖ്യമന്ത്രി അതിഷി വിജയിച്ചത് ആം ആദ്മിക്ക് നേരിയ ആശ്വാസമായി. തൃശൂർ ഗുരുവായൂർ റെയിൽവേ പാതയിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. തെങ്ങ് വീണതിനെ തുടർന്ന് വൈദ്യുതി ലൈൻ പൊട്ടിയതിനാലാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. അറബിക്കടലിൽ ഭൂചലനം ഉണ്ടായതായി റിപ്പോർട്ട്. കാസർഗോഡിന് പടിഞ്ഞാറ് ഭാഗത്താണ് റിക്ടർ സ്കെയിലിൽ 4.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. ഭൂചലനത്തിന്റെ പശ്ചാത്തലത്തിൽ ഫിഷറീസ് വകുപ്പും തീരദേശ പോലീസും കടലിലും തീരപ്രദേശത്തും ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. സിപിഎം തൃശൂർ ജില്ലാ സമ്മേളനത്തിന് ഇന്ന് പതാക ഉയരും. രാവിലെ വിവിധ സ്മൃതി മണ്ഡപങ്ങളിൽ നിന്ന് പ്രയാണം ആരംഭിച്ച പതാക, കൊടിമര, ദീപശിഖ ജാഥകളും അനുബന്ധ ദീപശിഖ ജാഥകളും വൈകിട്ട് 5-ന് കുന്നംകുളത്ത് സംഗമിക്കും. പൊതുസമ്മേളനം നടക്കുന്ന കുന്നംകുളം ചെറുവത്തൂർ മൈതാനിയിൽ സംഘാടക സമിതി ചെയർമാൻ സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം എ.സി. മൊയ്തീൻ എം.എൽ.എ. പതാക ഉയർത്തും. നാളെ രാവിലെ 10-ന് കുന്നംകുളം ടൗൺ ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധി സമ്മേളനത്തിൽ 42 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും 17 ഏരിയകളിൽ നിന്നും സ്പെഷ്യൽ യൂണിറ്റുകളിൽ നിന്നുമായി തെരഞ്ഞെടുക്കപ്പെട്ട 392 പേരും ഉൾപ്പെടെ 434 പ്രതിനിധികൾ പങ്കെടുക്കും. ചൊവ്വാഴ്ച ഉച്ചവരെ പ്രതിനിധി സമ്മേളനം തുടരും. ഉച്ചതിരിഞ്ഞ് 3-ന് 25,000 റെഡ് വളണ്ടിയർമാരുടെ മാർച്ച് ആരംഭിക്കും. പൊതുസമ്മേളനത്തിൽ 400,000 പേർ പങ്കെടുക്കും. ദീപശിഖ ജാഥാ പ്രയാണം സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന അഴീക്കോടൻ രാഘവൻ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ചു. സിപിഎം ജില്ലാ സെക്രട്ടറി എം.എം. വർഗീസ് ദീപശിഖ ജാഥ ക്യാപ്റ്റൻ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം യു.പി. ജോസഫിന് ദീപശിഖ കൈമാറി ഉദ്ഘാടനം ചെയ്തു. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ദീപശിഖ പ്രയാണം വൈകിട്ട് കുന്നംകുളത്ത് എത്തിച്ചേരും. ചാവക്കാട് കടപ്പുറം നോളി റോഡിൽ ബൈക്കിന് പുറകിൽ ടൂറിസ്റ്റ് ബസ് ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. എടക്കഴിയൂർ പുഴങ്ങരയിലെത്തി വീട്ടിൽ മുഹമ്മദ് നിഷാദാണ് മരിച്ചത്. ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചാവക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഇരിഞ്ഞാലക്കുട വല്ലക്കുന്നിൽ ബൈക്ക് അപകടത്തിൽ ഫ്രൂട്ട്സ് ഷോപ്പ് ഉടമ മരിച്ചു. ഇരിഞ്ഞാലക്കുട സ്വദേശി മംഗലൻ വീട്ടിൽ 58 വയസ്സുള്ള സജിത്താണ് മരിച്ചത്. വല്ലക്കുന്നിൽ ഫ്രൂട്ട്സ് ഷോപ്പ് നടത്തുന്ന സജിത്ത് ഇന്നലെ രാത്രി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ എതിരെ വന്ന ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാള മാർക്കറ്റിലെ പഴയ കെട്ടിടം പൊളിക്കുന്നതിനിടയിൽ കോൺക്രീറ്റ് സ്ലാബ് വീണ് ഇതര സംസ്ഥാന തൊഴിലാളിക്ക് പരിക്കേറ്റു. പശ്ചിമബംഗാൾ സ്വദേശി ഹിറ്റ്ലറിനാണ് പരിക്കേറ്റത്. സ്ലാബിനടിയിൽ കാലുകൾ കുടുങ്ങിക്കിടന്ന തൊഴിലാളിയെ ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് സ്ലാബ് മുറിച്ചാണ് പുറത്തെടുത്തത്. പരിക്കേറ്റ തൊഴിലാളിയെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെയായിരുന്നു അപകടം. ദേശീയ സയൻസ് കോൺഗ്രസിൽ
അശാസ്ത്രീയത പ്രചരിപ്പിക്കുന്നു എന്നും കേരള ശാസ്ത്ര കോൺഗ്രസിൽ ശാസ്ത്രജ്ഞരാണോ അവരുടെ വേഷമിട്ട വർഗീയ പുനരുജ്ജീവനവാദക്കാരാണോ എത്തുന്നതെന്ന് പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ വെള്ളാനിക്കരയിൽ നടക്കുന്ന 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അന്ധവിശ്വാസങ്ങളെ ശാസ്ത്രത്തിനുമേൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമം നടക്കുന്ന ഇക്കാലത്ത് അതിനെതിരെ ശാസ്ത്രീയ ധ്രുവീകരണം വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ ലോകത്താകെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാലത്താണ് അത്തരം നൂതന മേഖലകളിൽ ശ്രദ്ധ പതിപ്പിക്കാതെ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ വിഭവങ്ങൾ ചെലവഴിക്കുന്നത്. രാജ്യം മുന്നോട്ട് പോവുകയാണോ അതോ പിന്നോട്ട് പോവുകയാണോ എന്ന് നാം ചിന്തിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വഴിതിരിച്ചു വിടപ്പെടുന്നു. ഒരു നൂറ്റാണ്ടിലേറെ ചരിത്രമുള്ള ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ഇപ്പോൾ നടക്കുന്നില്ല. എന്നാൽ മുൻ വർഷങ്ങളിൽ നടന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? 2015 നടന്ന ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് അശാസ്ത്രീയമായ ഒട്ടേറെ കാഴ്ചപ്പാടുകൾ കൊട്ടിഘോഷിക്കുന്നത് കേൾക്കേണ്ടി വന്നു. ഗ്രഹങ്ങൾക്കിടയിൽ പറക്കാൻ കഴിയുന്ന വിമാനങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ നിർമ്മിച്ചുവെന്നാണ് ആ സയൻസ് കോൺഗ്രസിൽ ചിലർ അവകാശപ്പെട്ടത്. 2016 സയൻസ് കോൺഗ്രസിൽ ഗുജറാത്തിലെ സർവകലാശാലകളിൽ നിന്ന് വന്ന ഗവേഷകർ നടത്തിയ അവകാശവാദം ഗോമൂത്രത്തിൽ സ്വർണം ഉണ്ട് എന്നായിരുന്നു. 2017 സയൻസ് കോൺഗ്രസിൽ നമ്മുടെ പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും ശാസ്ത്രീയ അസ്തിത്വം വിശദീകരിക്കുന്നതിനുള്ള ഒരു പ്രദർശനം സംഘടിപ്പിച്ചു. അറ്റോമിക് ഫ്യൂഷന്റെ കണ്ടെത്തലുകളും അതുവഴിയുള്ള ആയുധ നിർമ്മാണങ്ങളും പുരാണ കാലഘട്ടത്തിലേ ഉണ്ട് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയായിരുന്നു ആ സെഷനിലൂടെ ചെയ്തത്. 2018 സയൻസ് കോൺഗ്രസിൽ അന്നത്തെ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി തന്നെ അന്ധവിശ്വാസം പ്രചരിക്കുന്നതിന് ആദരണീയനായ ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ തെറ്റായി ഉദ്ധരിക്കുന്ന നിലയുണ്ടായി. 37ാം ശാസ്ത്ര കോൺഗ്രസ് അധ്യക്ഷനും ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ പ്രൊഫസർ KP സുധീർ അധ്യക്ഷത വഹിച്ചു. KFRI ഡയറക്ടർ CS കണ്ണൻ വാര്യർ, ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ മെമ്പർ സെക്രട്ടറി ഡോക്ടർ S സാബു, പ്രൊഫസർ MK ജയരാജ്, കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ B അശോക്, മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവ് പത്മശ്രീ MC ദത്തൻ തുടങ്ങിയവർ സംസാരിച്ചു. 2023 കേരള അഭിനന്ദനങ്ങൾ. തൃശൂർ സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ നിവേദിത P രവി, ഹായ ഇസ്മത്ത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. ദാദർ തിരുനെൽവേലി എക്സ്പ്രസ് തീവണ്ടിയുടെ ജനറൽ കോച്ചിൽ നിന്ന് ആളില്ലാത്ത നിലയിൽ കണ്ടെത്തിയ ബാഗിൽ നിന്ന് 8.5 കിലോ കഞ്ചാവ് പിടികൂടി. ഷൊർണൂർ റെയിൽവേ SI R അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ K രാധാകൃഷ്ണൻ MP-യുടെ വീട് സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം അന്തരിച്ച MP-യുടെ അമ്മ ചിന്നയുടെ നിര്യാണത്തിൽ അനുശോചനമറിയിക്കുവാനാണ് മുഖ്യമന്ത്രി എത്തിയത്. രാവിലെ ചേലക്കര ശ്രീമൂലം തിരുനാൾ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ മുഖ്യമന്ത്രി റോഡ് മാർഗമാണ് MP-യുടെ വീട്ടിലേക്ക് എത്തിയത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന CPM സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി ജോണിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു. 10 മിനിറ്റോളം മുഖ്യമന്ത്രി ബേബി ജോണുമായി സംസാരിച്ചു. ബേബി ജോണിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ആശുപത്രിയിൽ എത്തിയ മുഖ്യമന്ത്രിയെ ആശുപത്രി MD ഡോക്ടർ പ്രതാപ് വർക്കി ബൊക്കെ നൽകി സ്വീകരിച്ചു. പകുതി വിലയിൽ ഇലക്ട്രിക് സ്കൂട്ടർ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ മാളയിൽ 2 കേസ് രജിസ്റ്റർ ചെയ്തു. അഷ്ടമിച്ചിറ സ്വദേശികളായ കല്ലൂരാൻ ഷീന, ചക്കമുറി ധനിയ എന്നിവരുടെ പരാതിയിലാണ് കേസെടുത്തത്. ഇരുവരുടെയും 62,000 രൂപ വീതമാണ് നഷ്ടപ്പെട്ടത്. പറവൂർ ജനസേവാ സമിതി ട്രസ്റ്റിന്റെ കോർഡിനേറ്റർമാരായ അനന്തു കൃഷ്ണ, CG മേരി എന്നിവരെ പ്രതി ചേർത്താണ് മാള പോലീസ് കേസെടുത്തത്.
അയ്യന്തോൾ കൃഷിഭവനിൽ കഴിഞ്ഞ 2 മാസമായി സ്ഥിരം കൃഷി ഓഫീസർ ഇല്ലാത്തതിൽ പ്രതിഷേധിച്ച് അയ്യന്തോൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തി. KPCC സെക്രട്ടറി A. പ്രസാദ് ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് K. സുരേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ഭാരവാഹികളായ രാമചന്ദ്രൻ പുതൂർക്കര, KG ഉണ്ണികൃഷ്ണൻ, വത്സല ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ആവശ്യത്തിന് പോലീസുകാർ ഇല്ലാത്തതിനാൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം മന്ദഗതിയിൽ. ജില്ലയിൽ ഏറ്റവും വിസ്തൃതിയുള്ള ഈ സ്റ്റേഷൻ പരിധിയിൽ കുറ്റവാളികളുടെയും ലഹരി മാഫിയകളുടെയും ആധിക്യം മൂലം ജനങ്ങൾ ആശങ്കയിലാണ്. അന്തിക്കാട് സ്റ്റേഷൻ വിഭജിച്ച് പെരുങ്ങോട്ടുകരയിൽ പുതിയ സ്റ്റേഷൻ പണിയാൻ സർക്കാർ 2 കോടി രൂപ അനുവദിച്ചിട്ടും വകുപ്പ് തലത്തിലെ അലംഭാവം മൂലം തുക വകമാറ്റി ചെലവഴിക്കേണ്ടതായി വന്നു. അന്വേഷിക്കാൻ പോലീസുകാർ ഇല്ലാതെ കേസുകൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥയുമുണ്ട്. അരിമ്പൂർ, മണലൂർ, അന്തിക്കാട്, ചാഴൂർ, താന്യം എന്നീ 5 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധി. 2 SIമാർ, 9 CPOമാർ, 1 സീനിയർ CPO, 2 വനിതാ CPOമാർ എന്നിവരുടെ കുറവുണ്ട്. കഴിഞ്ഞ ദിവസം സ്റ്റേഷൻ ചുമതലയുണ്ടായിരുന്ന പ്രിൻസിപ്പൽ SI ഡെപ്യൂട്ടേഷനിൽ പോവുകയും ചെയ്തു. 2 പോലീസ് സ്റ്റേഷന് വേണ്ട അംഗബലം ആവശ്യമുണ്ടെന്നിരിക്കെ ഒരു സ്റ്റേഷനിൽ വേണ്ട പോലീസുകാർ പോലും ഇല്ലാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഇവിടെ. KSEB തൃശൂർ ഇലക്ട്രിക്കൽ സർക്കിളിന്റെ നേതൃത്വത്തിൽ നടത്തിയ തൃശൂർ വൈദ്യുതി ഭവൻ പരിധിയിലെ ജീവനക്കാർക്കായി മിനി മാരത്തോൺ സംഘടിപ്പിച്ചു. കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ P. വാഹിദ് മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരായ MA ഷാജു, PK സുധർമ്മൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ KH സാദിഖ്, VA മനോജ് എന്നിവർ നേതൃത്വം നൽകി. കൊല്ലം ചാത്തന്നൂരിലെ സ്വകാര്യ ഹോസ്റ്റലിന്റെ സ്ലാബ് തകർന്നു വീണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തോളൂർ സ്വദേശിനി മരിച്ചു. പിള്ളാട്ടിൽ മനോജിന്റെ മകൾ മനീഷയാണ് മരിച്ചത്. കെട്ടിടത്തിന്റെ 4ാം നിലയിലുള്ള സ്ലാബാണ് തകർന്നത്. കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. 2 യുവതികളാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്നും വർദ്ധിച്ചു. പവന് 120 രൂപ ഉയർന്ന് 63,560 എത്തി. 1 ഗ്രാം സ്വർണത്തിന് 15 രൂപ വർദ്ധിച്ച് 7,945 രൂപയായി. കഴിഞ്ഞ മാസം 22-നാണ് പവൻ വില ആദ്യ 60,000 കടന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലും മുന്നേറ്റം തുടരുകയായിരുന്നു. മുള്ളൂർക്കര റെയിൽവേ ഗേറ്റ് തുറക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് 1 മണിക്കൂറോളം യാത്രക്കാർ റെയിൽവേ ഗേറ്റ് റോഡിൽ കുടുങ്ങി. ഇന്ന് രാവിലെ 9:30-നാണ് റെയിൽവേ ഗേറ്റ് തകരാറിലായത്. ജോലിക്കാരും യാത്രക്കാരുമടക്കം നിരവധി പേരാണ് ഗേറ്റ് തകരാറിലായതിനെ തുടർന്ന് കുടുങ്ങിയത്. ഈ വഴിക്ക് പോകുന്ന ബസ്സുകൾ വഴിതിരിച്ചു വിട്ടു. 100 കണക്കിന് യാത്രക്കാരാണ് ഇതുമൂലം ബുദ്ധിമുട്ടിലായത്. റെയിൽവേ ഉദ്യോഗസ്ഥരെത്തി 1 മണിക്കൂറിന് ശേഷമാണ് തകരാർ പരിഹരിച്ചത്. ഒരു മണിക്കൂറിന് ഏകദേശം അടുത്ത് വരെ ഗേറ്റ് അടച്ചിട്ട് 3ാമത്തെ വണ്ടിയാണ് പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഗേറ്റ് ചില കംപ്ലൈൻറ്റ് ഉണ്ട് പറഞ്ഞു കേട്ടു. പക്ഷേ ഇപ്പം 3 വണ്ടിയായി പോയിട്ടും ജനങ്ങളുടെ കാണുന്ന ക്യൂ മുഴുവൻ ഇവിടെ നിൽക്കുകയാണ്. മിക്ക സമയത്ത് ഇവിടുത്തെ അവസ്ഥ ഇത് തന്നെയാണ്. മുള്ളൂർക്കര ഗേറ്റിന്റെ അവസ്ഥ അധിക സമയത്ത് തന്നെ നമ്മൾ അനുഭവപ്പെടുന്നത്. 3/4 മണിക്കൂർ 3 വണ്ടി 4 വണ്ടിയൊക്കെ പോയിട്ടാണ് ഒന്ന് ഗേറ്റ് അപ്പുറം കിടക്കാൻ കഴിയുന്നത്. 1 മണിക്കൂറിലധികം സമയം മിക്കപ്പോഴും ഇവിടെ കിടക്കേണ്ട ഗതികേടാണുള്ളത് ഇവിടുത്തെ നാട്ടിൽ. തെക്കുംകര പഞ്ചായത്ത് ചെപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിനോട് ചേർന്ന് നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്കിനെതിരെ കോൺഗ്രസ് അനാവശ്യമായ വിവാദങ്ങളുണ്ടാക്കി വികസനത്തെ തകർക്കാനുള്ള ശ്രമത്തിലാണെന്ന് ഭരണസമിതി. ഏതാനും മാസങ്ങളായി റോഡ് ഫോറസ്റ്റ് ഭൂമിയാണെന്ന് നുണപ്രചരണം നടത്തി വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്. ദിനംപ്രതി വളർന്നു വികസിച്ചുകൊണ്ടിരിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രമാണ് ചെപ്പാറ. ചെപ്പാറയിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ സാധ്യമാകുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E. ഉമാലക്ഷ്മി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PR രാധാകൃഷ്ണൻ, സബിത സതീഷ്, VC സജീന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി ജേക്കബ്, ശാന്ത ഉണ്ണികൃഷ്ണൻ, സിന്ധു രാജീവ്, VS ഷാജു, C. സുരേഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 19 വർഷക്കാലം വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ MLA ആയിരുന്ന KS നാരായണൻ നമ്പൂതിരിയുടെ 26ാമത് അനുസ്മരണം സംഘടിപ്പിച്ചു. കാട്ടകാമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ K. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം MS മണികണ്ഠൻ, കോൺഗ്രസ് നേതാക്കളായ ബിജു C. ജോബ്, MA അബ്ദുൾ റഷീദ്, NK അബ്ദുൾ മജീദ്, സോണി സഖറിയ, KA മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. അച്ഛൻ വളയം പിടിക്കുന്ന ബസ്സിൽ മകൾ ഡബിൾ ബെല്ലടിച്ചു. യാത്രക്കാരനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂടി എത്തിയതോടെ യാത്ര ഉഷാറായി.
കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന രാമപ്രിയ എന്ന ബസ് അച്ഛൻ്റെയും മകളുടെയും സാന്നിധ്യം കൊണ്ട് ഏറെ ശ്രദ്ധേയമാണ്. കൊടുങ്ങല്ലൂർ സ്വദേശി ഷൈൻ ഡ്രൈവറും മകൾ അനന്തലക്ഷ്മി കണ്ടക്ടറുമായുള്ള ബസ് യാത്രയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പങ്കാളിയായി. കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലർ ധന്യയുടെ മകളും കൂടിയായ അനന്തലക്ഷ്മിയെക്കുറിച്ച് കേട്ടറിഞ്ഞ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൊടുങ്ങല്ലൂരിലെത്തിയപ്പോഴാണ് ബസ്സിൽ യാത്ര ചെയ്തത്. രാവിലെ കൊടുങ്ങല്ലൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പക്ഷികൾക്ക് കുടിവെള്ളം നൽകുന്നതിനുള്ള മൺപാത്ര വിതരണത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് ശേഷമാണ് കോട്ടപ്പുറത്തേക്ക് ഈ ബസ്സിൽ യാത്ര നടത്തിയത്. ചെറുപ്പം മുതൽ തന്നെ വാഹനങ്ങളോടുള്ള പ്രിയമാണ് അനന്തലക്ഷ്മി എന്ന പെൺകുട്ടിയെ കണ്ടക്ടർ കുപ്പായം അണിയിച്ചത്. M.Com പഠനത്തിനൊപ്പമാണ് അനന്തലക്ഷ്മി അച്ഛനോടൊപ്പം സ്വന്തം ബസ്സിൽ കണ്ടക്ടറായി ജോലി ചെയ്യുന്നത്. കോവിഡാനന്തരമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ബസ് സർവീസ് നടത്തുകയെന്നത് ശ്രമകരമായി മാറിയപ്പോഴാണ് അനന്തലക്ഷ്മി ധൈര്യമായി അച്ഛനോടൊപ്പം കണ്ടക്ടറുടെ കാക്കി അണിഞ്ഞത്. അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു തൊഴിൽ എപ്പോഴും നല്ലത് തന്നെയാണല്ലോ. അതിനുവേണ്ടി അത് പഠിപ്പിച്ചു. പിന്നെ ആളുടെ താല്പര്യം, ഈ തൊഴിലെടുക്കാനും താല്പര്യം ഉണ്ടല്ലോ, അതൊരു പ്രധാന ഘടകമാണ്. ക്ലാസ് ഇല്ലാത്തപ്പോൾ പുള്ളിക്കാരിയാണ് കണ്ടക്ടർ ആയ ഒരു ഫുൾ പവറിൽ തന്നെയാണ് ആൾ ചെയ്യുന്നത്. ആ ബ്ലോക്കൊക്കെ മാറ്റാനും പൈസ മേടിക്കാനും ആളെ കയറ്റി റൈറ്റ് ആക്കാനൊക്കെ പ്രത്യേക വൈഭവമാണുള്ളത്. അനന്തലക്ഷ്മിയെയും അച്ഛൻ ഷൈൻ, അമ്മ ധന്യ എന്നിവരെയും പൊന്നാടയണിയിച്ച് ആദരിച്ച ശേഷമാണ് സുരേഷ് ഗോപി ബസ് യാത്രയിൽ പങ്കാളിയായത്. BJP നേതാക്കളും നഗരസഭാ കൗൺസിലർമാരും ബസ് യാത്രയിൽ കേന്ദ്രമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. TC വിനോസ്, കൊടുങ്ങല്ലൂർ. ഓൾ കേരള പെയിന്റ് ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം നാളെ തൃശൂരിൽ നടക്കും. കാൽഡിയൻ ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ 1000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. പൊതുസമ്മേളനം റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് സോണി മാത്യു, സെക്രട്ടറി സ്മിത്ത് പാലപ്പുറം, ട്രഷറർ പ്രദീപ്, കോർഡിനേറ്റർ നെഹജ്, തൃശൂർ ജില്ലാ പ്രസിഡന്റ് സോണി, സെക്രട്ടറി സലാം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അയ്യന്തോൾ കളക്ടറേറ്റിന് സമീപം കുന്നത്ത് ടെക്സ്റ്റൈൽസ് കോമ്പൗണ്ടിൽ തീപിടുത്തം. ഉണങ്ങിയ പുല്ലിനാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഭീമ ഏകാദശി വിളക്കിനോടനുബന്ധിച്ച് മദ്ദള കലാനിധി കടവല്ലൂർ അരവിന്ദാക്ഷൻ അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. ക്ഷേത്രസന്നിധിയിൽ നടന്ന ചടങ്ങ് മുൻമന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഈ വർഷത്തെ പുരസ്കാരം മദ്ദള കലാകാരൻ കല്ലേക്കുളങ്ങര കൃഷ്ണവാര്യർക്ക് VS സുനിൽകുമാർ സമ്മാനിച്ചു. ഇലത്താള നിർമ്മാതാക്കളായ കുമാരൻ കടവല്ലൂർ, സുകുമാരൻ കടവല്ലൂർ എന്നിവരെ ആദരിക്കുകയും ചെയ്തു. കാലടി കൃഷ്ണയ്യർ, കടവല്ലൂർ ഗോപാലകൃഷ്ണൻ, വത്സൻ കുറുപ്പാൾ, കടവല്ലൂർ ദേവസ്വം ഓഫീസർ അന്തിക്കാട് രാമചന്ദ്രൻ, K. അനിൽകുമാർ, സഞ്ജയൻ കടവല്ലൂർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സമർപ്പണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഭാവഗായകൻ P. ജയചന്ദ്രന്റെ ജന്മദിനമായ മാർച്ച് 3-ന് ജയസ്മൃതിയും ഭാവഗാനങ്ങളും എന്ന സംഗീത സന്ധ്യ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൃശൂർ സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന സംഗീത സന്ധ്യയിൽ സംഗീതരംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. 16 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾക്കായി സംഗീത മത്സരവും സംഘടിപ്പിക്കും. ട്രസ്റ്റ് ജനറൽ കൺവീനർ TC സേതുമാധവൻ, ശ്രീകുമാർ ആമ്പല്ലൂർ, പ്രദീപ് പാലിയത്ത്, MA ബാബു, KS ജയൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പെരിഞ്ഞനം ശ്രീ ഷൺമുഖ ധർമ്മ പരിപാലന സമാജം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി സുരേഷ് കുഞ്ഞാപ്പു കൊടിയേറ്റ് നിർവഹിച്ചു. ക്ഷേത്രമേൽശാന്തി KR സന്തോഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ചെമ്പോല സമർപ്പണം നടന്നു. 13-നാണ് തൈപ്പൂയം. രാവിലെ 10-ന് കാഴ്ചശീവേലി, വൈകിട്ട് 4:30-ന് 5 ഗജവീരന്മാർ അണിനിരക്കുന്ന പകൽപൂരം എന്നിവ നടക്കും. CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാട്ടുരാവ് സംഘടിപ്പിച്ചു. പൂവത്തൂരിൽ നടന്ന പാട്ടുരാവ് പ്രശസ്ത ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി BR സന്തോഷ് അധ്യക്ഷനായി.
മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ VN സുർജിത്ത്, PG സുബിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം കാച്ചി പാതാണിയാക്കി ഇന്നും കരിപ്പട്ടിയുണ്ടാക്കി. സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. പിന്നണി ഗായകൻ ശ്രീഹരി പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു. CBSE, ICSE സ്റ്റേറ്റ് കലോത്സവങ്ങളിൽ A ഗ്രേഡ് നേടിയ തൃശൂർ ജില്ലയിലെ 500ഓളം വിദ്യാർത്ഥികളാണ് പ്രതിഭാ സംഗമത്തിൽ പങ്കെടുത്തത്. TJ സനീഷ് കുമാർ പ്രതിഭകൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, മനോജ് കമ്മത്ത്, സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിഡ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഫ്ലവർ മിൽ ഓണേഴ്സ് അസോസിയേഷന്റെയും കേരള പപ്പട നിർമ്മാണ തൊഴിലാളി യൂണിയന്റെയും സംസ്ഥാന ഭാരവാഹികൾക്ക് RJD പതാക കൈമാറി. ചാലക്കുടിയിൽ നടന്ന സ്വീകരണ യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി ഉദ്ഘാടനം ചെയ്തു. ജനതാ ലേബർ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് MG ജയരാജ് അധ്യക്ഷത വഹിച്ചു. JLU സംസ്ഥാന സെക്രട്ടറി ജോർജ് K. തോമസ്, കേരള ഫ്ലവർ മിൽ ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി K. മുരളീധരൻ, വർക്കിംഗ് പ്രസിഡന്റ് MA ആസിഫ്, കേരള പപ്പട നിർമ്മാണ തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് NY സിദ്ദിഖ്, RJD ഭാരവാഹികളായ ബഷീർ തൈവളപ്പിൽ, ഹനീഫ മതിലകം തുടങ്ങിയവർ സംസാരിച്ചു. ഏനാമാക്കൽ സെയിന്റ് മേരീസ് LP സ്കൂൾ വാർഷികവും യാത്രയയപ്പും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വെങ്ങടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി അധ്യക്ഷനായി. അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം, മാനേജർ ഫാദർ ജെയ്സൺ തെക്കുംപുറം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗ്രേസി ജേക്കബ്, AEO ഷീബ ചാക്കോ, PTA പ്രസിഡന്റ് അംബിക ജോജൻ തുടങ്ങിയവർ സംസാരിച്ചു. പീലിക്കാവടികളും പൂക്കാവടികളും മനം നിറഞ്ഞാടിയ പടിഞ്ഞാറെ വെള്ളാനിക്കര ആണ്ടുണ്ണി ദേവർ ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിനിർഭരമായി. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ചടങ്ങുകളും നടന്നു. തുടർന്ന് 8 കാവടി സംഘങ്ങൾ ക്ഷേത്രത്തിലെത്തി വാദ്യമേള കൊഴുപ്പിൽ മനം നിറഞ്ഞാടി. 5 ആനകളുടെ അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പിൽ കൊമ്പൻ ഗുരുവായൂർ ഇന്ദ്രസൻ തിടമ്പേറ്റി. പല്ലശന ശിവൻ മാരാരും തിപ്പലമുണ്ട നടരാജവാര്യരും നയിച്ച പഞ്ചവാദ്യവും പെരുവനം സതീശൻ മാരാർ നയിച്ച മേളവും എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. മുല്ലക്കര മുസ്ലിം ജാറത്തിൽ ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി. ഖത്തീബ് അബ്ദുൽ കബീർ നിസാമി ഉദ്ഘാടനം ചെയ്തു. സിയാറത്ത് സംഗമത്തിന് സയ്യിദ് ഹസൻ ഹാരിസ്, ഖുർആൻ പാരായണത്തിന് ലുഖ്മാൻ സഅദിയും മൗലിദ് മജ്ലിസിന് നയീമുദ്ദീൻ സഖാഫിയും നേതൃത്വം നൽകി. മഹല്ല് സെക്രട്ടറി KM തമായിദ്ദീൻ, പ്രസിഡന്റ് VM സിദ്ദിഖ്, TS ഷജീബുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. സമേതം പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന വിജ്ഞാനോത്സവത്തിന്റെ 2ാം ഘട്ടമായ ഉപജില്ലാതല വിജ്ഞാനോത്സവം 15-ന് വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, തൃശൂർ ജില്ലാ പഞ്ചായത്ത്, വിദ്യാഭ്യാസ വകുപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വടക്കാഞ്ചേരി നഗരസഭാ ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി AEO ഷീജ കുനിയിൽ അധ്യക്ഷത വഹിച്ചു. വിജ്ഞാനോത്സവം കൺവീനർ തോമസ് തരകൻ, പരിഷത്ത് മേഖലാ സെക്രട്ടറി TS നിർമ്മൽകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം EM വിനീത്, രാജു PV, AK ശശിധരൻ എന്നിവർ സംസാരിച്ചു. ആമ്പല്ലൂർ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ 28 ചാൽ തിങ്കളാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മേളത്തിന്റെ അകമ്പടിയിൽ ശിവേലി എഴുന്നള്ളിപ്പ് നടക്കും. ഉച്ചതിരിഞ്ഞ് 4 ദേശങ്ങളിൽ നിന്ന് എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തുടർന്ന് ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ മേളത്തിന്റെ അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. 8 ആനകൾ എഴുന്നള്ളിപ്പിൽ അണിനിരക്കും. ക്ഷേത്രം ഭാരവാഹികളായ സജീവ് കരിപ്പേരി, G കലാസാഗരൻ, P രതീഷ്, A മുരളീധരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
പെരുവല്ലൂർ ശ്രീകോട്ട വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി ഞാറേക്കാട്ട് മഠം രാമൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ദീപാരാധനയ്ക്ക് ശേഷം പറമ്പന്തള്ളി വിജേഷ് മാരാരുടെ നേതൃത്വത്തിൽ കേളി, തായമ്പക, NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ താലംവരവ്, തട്ടകത്തമ്മ പെരുവല്ലൂരിന്റെ നേതൃത്വത്തിൽ വീരനാട്യ നൃത്തവും ത്രയംബക കമ്മിറ്റിയുടെ നാദസ്വരം വരവും ഉണ്ടായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് ട്രസ്റ്റി ചെയർമാൻ കെ സുനിൽകുമാർ, M നളിൻ ബാബു, VT ശ്രീകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ജനകീയ മത്സ്യകൃഷി പദ്ധതിയിൽ നാട്ടിക മത്സ്യഭവന് കീഴിൽ വരുന്ന നാട്ടിക, വലപ്പാട്, എടത്തുരുത്തി പഞ്ചായത്തുകളിൽ വിവിധ ഇനത്തിൽപ്പെട്ട കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. എടത്തുരുത്തി, വലപ്പാട് പഞ്ചായത്തിലെ പൊതുകുളങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചേർപ്പ് തിരുവുള്ളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിദ്യാ സരസ്വതി അർച്ചന തുടങ്ങി. പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായാണ് വർഷം തോറും വിദ്യാ സരസ്വത അർച്ചന നടത്തുന്നത്. ആചാര്യൻ കിഴക്കേടം മാധവൻ നമ്പൂതിരി, ദേവസ്വം പ്രസിഡന്റ് ദേവൻ അടിത്തിരിപ്പാട്, സെക്രട്ടറി AA കുമാരൻ, കമ്മിറ്റി മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അർച്ചന ഞായറാഴ്ച സമാപിക്കും. മുല്ലശ്ശേരി പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് ഹിയറിംഗ് എയ്ഡ് വിതരണം ചെയ്തു. ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം 1.40 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പഞ്ചായത്തിൽ കേൾവിക്കുറവ് മൂലം ബുദ്ധിമുട്ടുന്ന 14 വയോജനങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ ശ്രവണ സഹായികൾ വിതരണം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് ഹിയറിംഗ് എയ്ഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിനി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ ശ്രീദേവി ഡേവിസ്, ശ്രീദേവി ജയരാജൻ, ക്ലമന്റ് ഫ്രാൻസിസ്, രാജശ്രീ ഗോപകുമാർ, TG പ്രവീൺ, സുനീതി അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൊണ്ടാഴി പഞ്ചായത്തിലെ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ നിയമബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാമോൾ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് അഞ്ജലി ജോസഫ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി, പഞ്ചായത്ത് മെമ്പർമാരായ പ്രിയംവദ, ബിജു തടത്തിവിള, ശിവൻ വീട്ടിക്കുന്ന്, സുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. പാഞ്ഞാൾ പഞ്ചായത്തിൽ ആരോഗ്യം ആനന്ദം എന്ന ജനകീയ ക്യാമ്പയിന് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് V തങ്കമ്മ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പബ്ലിക് ഹെൽത്ത് നഴ്സ് ഇൻചാർജ് ശോഭ സുരേഷ്, ജനപ്രതിനിധികളായ ശ്രീ സതീഷ് കുമാർ, രാജശ്രീ അശ്വതി, പഞ്ചായത്ത് സെക്രട്ടറി NM ഷെരീഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിനോയ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർച്ചയായി 2ാം വർഷവും 100% പദ്ധതി നിർവഹണം പൂർത്തിയാക്കുമെന്ന് തിരുവല്ലുവാമല പഞ്ചായത്ത് ഭരണസമിതി. 100% പദ്ധതി നിർവഹണവും 100% നികുതി പിരിവും ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോവുകയാണ് തിരുവല്ലുവാമല പഞ്ചായത്തെന്ന് വൈസ് പ്രസിഡന്റ് M ഉദയൻ പറഞ്ഞു. മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ജനറൽ ഫണ്ടുകളും പട്ടികജാതി ഫണ്ടുകളും സമയബന്ധിതമായി ചെലവഴിക്കാൻ സാധിച്ചു എന്നും ഉദയൻ വ്യക്തമാക്കി. യുവതലമുറയെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ നമ്മുടെ മതിലകം വികസന സമിതിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സംഗമം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് 4-ന് മതിലകം സെന്ററിൽ നടക്കുന്ന സംഗമം കൊടുങ്ങല്ലൂർ DYSP VK രാജു ഉദ്ഘാടനം ചെയ്യും. വിവിധ മേഖലയിൽ മികവ് പുലർത്തുന്നവരെയും കലോത്സവ വിജയികളെയും ചടങ്ങിൽ ആദരിക്കും. ഹർഷാദ് മുതലകം, MS രാജീഷ്, KK നിഷാന്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാവും കുട്ടയും ചുമന്നു നടന്ന് മത്സ്യവില്പന നടത്തുന്ന ഇബ്രാഹിമിനും കുടുംബത്തിനും സുരക്ഷിതമായ ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. കയ്പമംഗലം കൂരിക്കുഴി പഞ്ഞമ്പള്ളി സ്വദേശി കുന്നുങ്ങൽ വീട്ടിൽ ഇബ്രാഹിമിനാണ് കൂരിക്കുഴി മഹല്ല് പ്രവാസി അസോസിയേഷൻ ഭാരവാഹികൾ വീട് നിർമ്മിച്ച് നൽകിയത്. 3 പതിറ്റാണ്ടിലേറെ കാലമായി കാവും കുട്ടയും ചുമന്ന കിലോമീറ്ററുകളോളം നടന്ന് മത്സ്യവില്പന നടത്തുന്ന ഇബ്രാഹിമിനെക്കുറിച്ച് 6 മാസം മുൻപാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത്. വർഷങ്ങളായി ഓലപ്പുരയിലായിരുന്നു ഇബ്രാഹിമും കുടുംബവും താമസിച്ചിരുന്നത്. മത്സ്യവില്പന നടത്തി ലഭിക്കുന്ന പണമായിരുന്നു ജീവിത ചെലവിനുള്ള മാർഗം. KMPA ഭാരവാഹികൾ ചേർന്ന് വീടിന്റെ താക്കോൽ കൈമാറി. KMPA ചെയർമാൻ PM ഷാഹുൽ ഹമീദ്, കൺവീനർ TK ഉബൈദ്, ട്രഷറർ KK ഹംസ, മഹല്ല് പ്രസിഡന്റ് സിറാജുദ്ദീൻ സഖാഫി, പഞ്ചായത്ത് അംഗങ്ങളായ PMS ആബിദീൻ, മിനി അരയങ്ങാട്ടിൽ, AA ഷാജി, KK സഖറിയ, PA നസീർ തുടങ്ങിയവർ സന്നിഹിതരായി. ചടങ്ങിൽ മാധ്യമപ്രവർത്തകൻ ഷമീർ തളിക്കുളം, എഞ്ചിനീയർ റഷീദ് പെരുവന്തറ എന്നിവരെ ആദരിച്ചു.
മണത്തല കാണക്കോട്ട് ALP സ്കൂൾ വാർഷികാഘോഷം ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് KH സലാം അധ്യക്ഷത വഹിച്ചു. കലോത്സവ വിജയികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണം സ്കൂൾ മാനേജർ AK സതീരത്നം നിർവഹിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർമാൻ KK മുബാറക്ക് സമ്മാനദാനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് KH സലാമിനെ ആദരിച്ചു. പ്രധാന അധ്യാപിക CR ഹിമ, അധ്യാപിക KG പ്രിയങ്ക തുടങ്ങിയവർ സംസാരിച്ചു. കൂർക്കഞ്ചേരി തങ്കമണി കയറ്റത്തിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കിണറ്റിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ട്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,900 രൂപ, പവന് 63,200 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,500 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹിയിൽ BJP അധികാരത്തിലേക്ക്. 4 നൂറ്റാണ്ടിന് ശേഷമാണ് ഡൽഹിയിൽ BJP അധികാരത്തിലെത്തുന്നത്. അടിപതറി ആം ആദ്മി പാർട്ടി. ചിത്രത്തിലില്ലാതെ കോൺഗ്രസ്. തൃശൂർ ഗുരുവായൂർ റെയിൽവേ പാതയിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. തെങ്ങ് വീണതിനെ തുടർന്ന് വൈദ്യുതി ലൈൻ പൊട്ടിയതിനാലാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. അറബിക്കടലിൽ ഭൂചലനം ഉണ്ടായതായ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ തീരദേശത്ത് ജാഗ്രതാ മുന്നറിയിപ്പ്. കാസർഗോഡിന് പടിഞ്ഞാറ് ഭാഗത്ത് കടലിലുണ്ടായ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 4.7 തീവ്രത രേഖപ്പെടുത്തി. CPM ജില്ലാ സമ്മേളനത്തിന് ഇന്ന് കുന്നംകുളത്ത് പതാക ഉയരും. പ്രതിനിധി സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നാളെ ഉദ്ഘാടനം ചെയ്യും. ചാവക്കാട് കടപ്പുറം നോളി റോഡിൽ ബൈക്കും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഇരിഞ്ഞാലക്കുട വല്ലക്കുന്നിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഫ്രൂട്ട്സ് ഷോപ്പ് ഉടമ മരിച്ചു. തൃശൂർ പൂരം പ്രദർശന നഗരിയുടെ ഭൂമിപൂജയും കാൽനാട്ട് കർമ്മവും നടന്നു. മാർച്ച് അവസാനത്തോടെ പൂരം പ്രദർശനത്തിന് തുടക്കമാകും. മെയ് 6, 7 തീയതികളിലാണ് തൃശൂർ പൂരം. വെള്ളാനിക്കരയിൽ നടന്ന കേരള ശാസ്ത്ര കോൺഗ്രസ് കൺവെൻഷനിൽ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. ദേശീയ സയൻസ് കോൺഗ്രസിൽ അശാസ്ത്രീയത പ്രചരിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള ശാസ്ത്ര കോൺഗ്രസിൽ ശാസ്ത്രജ്ഞരാണോ അവരുടെ വേഷമിട്ട വർഗീയ പുനരുജ്ജീവനവാദക്കാരാണോ എത്തുന്നത് എന്ന് പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.